നമസ്കാരം. കേരളത്തിന്റെ മതേതര മനസ്സാക്ഷിയെയും ജനാധിപത്യ മൂല്യങ്ങളെയും ഒരേ സമയം ആശങ്കപ്പെടുത്തുന്ന ഗൗരവകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത്. കാലങ്ങളായി കേരളം കാത്തുസൂക്ഷിച്ച സന്തുലിതമായ ഭരണ സംവിധാനങ്ങളെയും സാമൂഹിക സൗഹാർദ്ദത്തെയും തകിടം മറിച്ചുകൊണ്ട് സംസ്ഥാന ഭരണം തീവ്രവാദ ശക്തികളുടെയും മതമൗലികവാദ ഗ്രൂപ്പുകളുടെയും വരുതിയിലാകുന്നുവെന്ന ഗുരുതരമായ കണ്ടെത്തലുകളാണിന്ന് സമൂഹത്തിൽ ചർച്ചയാകുന്നത്. നാടിന്റെ അഖണ്ഡതയ്ക്കും ദേശീയ സുരക്ഷയ്ക്കും പരമപ്രധാനമായ ദേശസ്നേഹ നിലപാടുകളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഭരണകേന്ദ്രങ്ങളിൽ നടപ്പിലാകുന്ന അജണ്ടകൾ ജനാധിപത്യ വിശ്വാസികളിൽ കടുത്ത അമർഷയും ആശങ്കയുമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാന ഭരണാധികാരികളുടെ നിസ്സംഗതയും പ്രീണന രാഷ്ട്രീയവും എങ്ങനെയാണ് കേരളത്തിന്റെ സുരക്ഷയെ അപകടത്തിലാക്കുന്നതെന്ന് പരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷിതം കൂടിയാണ്. കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഭരണത്തിന്റെ ചരടുകൾ പൂർണ്ണമായും മുസ്ലിം ലീഗിന്റെയും മറ്റ് തീവ്രവാദ സംഘടനകളുടെയും കൈകളിലാണ് എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് പുറത്തുവരുന്നത്. അധികാരത്തിലേറാൻ വേണ്ടി മാത്രം സ്വന്തം മുഖംമൂടി അണിഞ്ഞ കോൺഗ്രസ് നേതൃത്വം നിർണായക വകുപ്പുകളിൽ മതമൗലികവാദ താൽപ്പര്യമുള്ളവരെ തിരികെ കയറ്റാൻ കൂട്ടുനിൽക്കുകയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ആർത്തിമൂത്ത് കേരളത്തിന്റെ മതേതര അടിത്തറയെ തന്നെ പണയപ്പെടുത്തുന്ന സമീപനമാണ് ഭരണപക്ഷത്തു നിന്ന് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നാടിന്റെ താൽപ്പര്യങ്ങളെ സ്വന്തം കസേരയും അധികാരവും മാത്രം ലക്ഷ്യമിടുന്ന മുഖ്യമന്ത്രിയും കൂട്ടരും ലീഗിന്റെ വർഗീയ അജണ്ടകൾക്ക് മുന്നിൽ പൂർണ്ണമായും കീഴടങ്ങിയിരിക്കുന്നു എന്നതിന്റെ ജീവനുള്ള ഉദാഹരണങ്ങൾ ഓരോ ദിവസവും ജനങ്ങൾക്ക് മുന്നിൽ ചുരുളഴിയുകയാണ്. രാജ്യത്തിന്റെ ഐക്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും പ്രതീകമായ വന്ദേ മാതരം ഔദ്യോഗിക ചടങ്ങുകളിൽ പൂർണ്ണമായും ആലപിക്കണമെന്ന നിയമവ്യവസ്ഥ നിലവിലിരിക്കെ അതിനെ പരസ്യമായി ധിക്കരിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ നിലപാട് രാജ്യദ്രോഹപരമാണ്. രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന ഇത്തരം പ്രവണതകളെ അമർച്ച ചെയ്യേണ്ട ഭരണാധികാരികൾ ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴിപ്പെട്ട് മൗനം പാലിക്കുന്നത് ഭരണഘടനാ ലംഘനമാണ്. നിയമം നടപ്പാക്കാൻ ഉത്തരവിട്ട ഉദ്യോഗസ്ഥരെ പോലും സംരക്ഷിക്കാൻ തയ്യാറാകാതെ മതമൗലികവാദികളുടെ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ രാജ്യത്തോടും ജനങ്ങളോടും വലിയ വഞ്ചനയാണ് കാണിക്കുന്നത്. ദേശീയ ഗാനത്തോടും ദേശീയ ചിഹ്നത്തോടും അനാദരവ് കാണിക്കുന്നവരെയും മന്ത്രിസഭയിൽ വെച്ചുവാഴ്ത്തുന്നത് കേരളത്തെ ഒരു അരാജകത്വത്തിലേക്ക് തള്ളിവിടാൻ മാത്രമേ ഉപകരിക്കൂ. ദേശീയ പ്രസ്ഥാനത്തിന്റെയും സ്വാതന്ത്ര്യ സമരത്തിന്റെയും മുന്നണിയിൽ പോരാടിയ വീര സവർക്കറുടെ ജീവിതത്തെയും സംഭാവനകളെയും കുട്ടികളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളെ അടിച്ചമർത്താൻ മുസ്ലിം ലീഗ് കാണിക്കുന്ന വ്യഗ്രത അവരുടെ ദേശവിരുദ്ധ മനോഭാവത്തിന്റെ തെളിവ് കൂടിയാണ്. കോൺഗ്രസിന്റെ മുൻകാല നേതാക്കൾ പോലും ചരിത്രപരമായി ആദരിച്ചിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങളെ വർഗീയ കണ്ണടയിലൂടെ മാത്രം നോക്കിക്കാണുന്ന ലീഗ് നേതൃത്വം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെയും ചരിത്രബോധത്തെയും വിഷലിപ്തമാക്കുകയാണ്. സവർക്കറുടെ ചരിത്രം പഠിപ്പിച്ച അധ്യാപകർക്കെതിരെ നടപടിയെടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന നീക്കങ്ങൾ ഫാസിസ്റ്റ് രീതികളെക്കാൾ കവിഞ്ഞ ഒന്നല്ല. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കുകയും ജിഹാദി ചിന്താഗതികൾ മാത്രം പാഠ്യപദ്ധതികളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ ഒരു വർഗീയ അജണ്ടയെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ അതിരുകൾക്കപ്പുറത്ത് ദില്ലിയിലെ ജന്തർ മന്ദർ പ്രക്ഷോഭങ്ങളുടെ പേരിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ കടുത്ത വിദ്വേഷ പ്രസ്താവനകളും അപവാദങ്ങളും പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിന്റെയും കൃത്യമായ ഗൂഢാലോചനയുണ്ട്. ഭരണതലത്തിലുള്ള തങ്ങളുടെ സ്വാധീനം പരമാവധി ഉപയോഗിച്ച് ദേശീയ നേതൃത്വത്തെ അസ്ഥിരപ്പെടുത്താനും രാജ്യത്ത് അശാന്തി വിതയ്ക്കാനും ഈ ശക്തികൾ ബോധപൂർവം ശ്രമിക്കുന്നത് സാംസ്കാരിക മണ്ഡലങ്ങളെയും പൊതു ഇടങ്ങളുടെയും തങ്ങളുടെ ഇസ്ലാമിക വൽക്കരണ അജണ്ടയ്ക്ക് അനുസൃതമായി മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾക്ക് രാഷ്ട്രീയ മുഖം നൽകി സംരക്ഷിക്കുന്നതും ലീഗാണ്. ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കേരളം ഒരു പ്രജനന കേന്ദ്രമായി മാറുന്നത് തടയാൻ കേന്ദ്ര ഏജൻസികളുടെയും ദേശസ്നേഹികളുടെയും ശക്തമായ ഇടപെടലുകൾ ആവശ്യമായിരിക്കുന്നു. ഭരണതലത്തിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയമായി കാര്യങ്ങൾ നിയന്ത്രിക്കുമ്പോൾ ഭരണത്തിന് പുറത്ത് അതിന് പിന്തുണയേകാൻ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള നിരോധിത തീവ്രവാദ സംഘടനകളുടെ അവശിഷ്ടങ്ങളും രഹസ്യമായി രംഗത്തുണ്ട്. ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നിയമപരമായ നിരോധനം നേരിട്ടിട്ടും അവരുടെ ആശയങ്ങളും കേഡറുകളും വിവിധ രൂപത്തിലും ഭാവത്തിലും കേരളത്തിലെ സാമൂഹിക ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലീഗിന്റെ സമ്മർദ്ദത്താൽ കെട്ടിപ്പടുത്ത ഈ ഒരു മുന്നണി സർക്കാരിന് ഇത്തരം തീവ്രവാദ ശക്തികളുടെ പിന്തുണ ആവശ്യമായി വരുന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ഭരണവൃന്ദവും കണ്ണടച്ച് ഇരുട്ടാക്കുന്നത്. താലിബാൻ മാതൃകയിലുള്ള ആശയങ്ങൾ കേരളത്തിലേക്ക് കടത്തിവിടാൻ ശ്രമിക്കുന്ന ഈ ഒരു വിനാശകരമായ കൂട്ടുകെട്ട് നാടിന്റെ ക്രമസമാധാന നിലയെയും സുരക്ഷയും അതീവ ഗുരുതരമായ പ്രതിസന്ധി
പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിലെ ചില പ്രത്യേക പ്രദേശങ്ങളിൽ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട വ്യാപാരികൾക്കും സംരംഭകർക്കും സ്വതന്ത്രമായി തൊഴിൽ ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത വിധം അസഹിഷ്ണുത നിറഞ്ഞ ഭീകരാന്തരീക്ഷമാണ് നിലവിലുള്ളത്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കുറ്റിപ്പുറത്തെ ചോറും മീനും എന്ന ഹോട്ടലിന് നേരെ അരങ്ങേറിയ ആസൂത്രിതമായ അക്രമവും കസേരകളും ബെഞ്ചും തകർത്തുള്ള നീക്കവും. സാധാരണക്കാരായ 100-ലധികം സ്ത്രീകൾക്ക് തൊഴിൽ നൽകുന്നതും ന്യായമായ നിരക്കിൽ ഗുണനിലവാരമുള്ള ഭക്ഷണം നൽകുന്നതുമായ ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ തുടർച്ചയായി വ്യാജ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ബോധപൂർവമായ തന്ത്രത്തിന്റെ ഭാഗമാണ്. മീനിന്റെ വിലയെ ചൊല്ലിയുള്ള ചെറിയൊരു തർക്കത്തിന്റെ പേരിൽ കട അടിച്ചു തകർക്കാൻ മടിക്കാത്ത വിധം ആക്രമികൾക്ക് ധൈര്യം ലഭിക്കുന്നത് ഈ ഒരു പ്രദേശത്തിൽ വർഗീയ ശക്തികൾക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ മേലാളന്മാരുടെ പിന്തുണ കൊണ്ട് മാത്രമാണ്. കുറ്റിപ്പുറത്തെ ഹോട്ടലിൽ മുൻകാലങ്ങളിലും കഴുത്തറപ്പൻ വിലയാണെന്ന മട്ടിൽ കൃത്രിമമായ നുണപ്രചാരണങ്ങൾ നടത്തി ജനങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്ന ചില ശക്തികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ എത്തുന്ന യഥാർത്ഥ ഉപഭോക്താക്കൾക്ക് മുന്നിൽ മീനിന്റെ വില മുൻകൂട്ടി വ്യക്തമാക്കുന്നതും നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കാത്തതുമായ സുതാര്യമായ രീതിയായിരുന്നു സ്ഥാപനം പിന്തുടരുന്നതെന്ന് നേരിട്ടറിഞ്ഞവർ വ്യക്തമാക്കുന്നു. അക്രമം നടന്ന ദിവസവും കടയിൽ വൻ ജനത്തിരക്കായിരുന്നു എന്നത് ഈ ഒരു സ്ഥാപനത്തിന്റെ ജനസ്വീകാര്യതയാണ് കാണിക്കുന്നത്. എന്നാൽ ഈ ജനക്കൂട്ടത്തെയും സ്ഥാപനത്തിന്റെ വളർച്ചയും അടക്കമുള്ള അസൂയയും പ്രത്യേക വിഭാഗത്തിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തതിന്റെ പേരിൽ സ്ഥാപനത്തെ തകർക്കാനുള്ള ഗൂഢശ്രമവുമാണ് ഇതിന് പിന്നിലുള്ളത്. ഹോട്ടൽ മാലിന്യം പുഴയിലേക്ക് ഒഴുക്കുന്നുവെന്നും അനധികൃത പാർക്കിംഗ് ആണെന്നുമുള്ള തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഈ ആക്രമങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മാഫിയ കൂട്ടങ്ങളാണ്. സംഭവ സ്ഥലത്തെത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും വ്യാപാരി വ്യവസായി നേതാക്കളും പോലും ഇത് മദ്യപാനികളുടെ ആസൂത്രിത ആക്രമമാണെന്ന് തുറന്നു പറഞ്ഞിട്ടും വിഷയം വഴിതിരിച്ചുവിടാൻ നടക്കുന്ന ഇത്തരം ഒളി അജണ്ടകൾ കേരളത്തിലെ സംരംഭക സമൂഹത്തിന് വലിയൊരു അപായ മുന്നറിയിപ്പാണ് നൽകുന്നത്. കേരളത്തിൽ ഭരണപക്ഷത്ത് നിന്ന് ഇത്തരം ദേശവിരുദ്ധ നീതി നിഷേധങ്ങളും പ്രീണനങ്ങളും അരങ്ങേറുമ്പോൾ പ്രതിപക്ഷ കക്ഷികളും പ്രത്യേകിച്ച് CPM-ഉം ഇടതുമുന്നണിയും പുലർത്തുന്ന നിസ്സംഗതയും ഒത്തുകളികളും അത്യന്തം അപലപനീയമാണ്. മുസ്ലിം വോട്ട് ബാങ്കുകളെ പിണക്കാൻ പേടിച്ച് ജിഹാദി ശക്തികളുമായി മത്സരിച്ച് പ്രീണനം നടത്തുന്ന ഭരണപക്ഷത്തിന്റെയും ഇടതുപക്ഷത്തിന്റെയും നിലപാട് കേരളത്തിലെ മതേതര ജനതയോടുള്ള കടുത്ത വഞ്ചനയാണ്. പ്രതിപക്ഷം ശക്തമായി എതിർക്കേണ്ട ഭരണകൂട അതിക്രമങ്ങളെയും വർഗീയവൽക്കരണങ്ങളെയും ചോദ്യം ചെയ്യാതെ ഒളിച്ചു കളിക്കുന്നത് ഒരു താലിബാൻ വൽക്കരണ പ്രക്രിയയിൽ അവർക്കും പങ്കാളിയാകാൻ താല്പര്യമുള്ളതുകൊണ്ടാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലം മുഴുവൻ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ട് ലക്ഷ്യമാക്കി അധപ്പതിക്കുന്ന ഈ ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥയ്ക്കെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം ഉയർന്നു വരേണ്ടിയിരിക്കുന്നു. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യത്തെയും ഹൈന്ദവ തനിമയെയും ബോധപൂർവം തമസ്കരിച്ചുകൊണ്ട് സാംസ്കാരിക രംഗങ്ങളെ ആകെ ഒരു പ്രത്യേക മതമൗലികവാദ ആശയത്തിലേക്ക് ചുരുക്കിക്കെട്ടാനുള്ള ഗൂഢശ്രമങ്ങൾ സജീവമാണ്. കലാ, സാഹിത്യം, വിദ്യാഭ്യാസം തുടങ്ങിയ സർവ്വമേഖലകളിലും ഇസ്ലാമികവൽക്കരണം അടിച്ചേൽപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും കൈകോർത്ത് പിടിച്ചിരിക്കുന്നു. ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളെയും നാടിന്റെ തനതായ ഈടുവെപ്പുകളെയും വികൃതമാക്കിക്കൊണ്ട് പുതിയ തലമുറയിൽ തീവ്രവാദ ചിന്താഗതികൾ കുത്തിവെക്കാനാണ് ഈ സാംസ്കാരിക അജണ്ടയിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ രാഷ്ട്രീയ സാംസ്കാരിക അധിനിവേശത്തെ ചെറുത്തു തോൽപ്പിക്കാൻ എല്ലാ ദേശസ്നേഹികളും ഒത്തൊരുമിച്ച് മുന്നോട്ട് വരേണ്ട നിർണായക ഘട്ടം കൂടിയാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കും. നമ്മുടെ കേരളത്തിന്റെ പവിത്രമായ മണ്ണിൽ കാലങ്ങളായി നിലനിന്ന് പോരുന്ന സന്തുലിതമായ സാമൂഹിക അന്തരീക്ഷത്തെയും മതേതര പാരമ്പര്യത്തെയും തകിടം മറിച്ചുകൊണ്ട് ഇറങ്ങിയിരുന്ന ഇത്തരം ഗൂഢമായ നീക്കങ്ങൾക്കെതിരെ ഓരോ ദേശസ്നേഹിയും ജാഗ്രത പാലിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. നാടിന്റെ അഖണ്ഡതയ്ക്കും ദേശീയ സുരക്ഷയ്ക്കും അങ്ങേയറ്റം ഭീഷണി ഉയർത്തുന്ന വിധത്തിൽ മതമൗലികവാദ ഗ്രൂപ്പുകളും തീവ്ര ചിന്താഗതിക്കാരുടെയും അജണ്ടകൾ ഭരണകൂടത്തിന്റെ മറവിൽ നടപ്പിലാക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നത് വരും തലമുറകളോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമായി മാറും. വെറും കസേരയും അധികാരവും മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവർ കേരളത്തിന്റെ സമാധാനത്തെയും ഭാവിയുമാണ് പണയം വെക്കുന്നതെന്നത് ഓരോ പൗരനും തിരിച്ചറിയേണ്ടതുണ്ട്. ഭരണഘടനാപരമായ മൂല്യങ്ങളെയും രാജ്യസ്നേഹപരമായ ആശയങ്ങളെയും ആദർശങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഇത്തരം രാഷ്ട്രീയ പ്രീണന നയങ്ങൾക്കെതിരെ ശക്തമായ ജനകീയ പ്രതിരോധങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. ജാതിമത ഭേദമന്യേ കേരളത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന സകല മനുഷ്യരും ഈ വിനാശകരമായ കൂട്ടുകെട്ടിനെതിരെ ഒത്തൊരുമിച്ച് ശബ്ദമുയർത്തേണ്ടിയിരിക്കുന്നു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ കറുത്ത കൈകളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട നാടിനെ മോചിപ്പിക്കാനും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സുവർണ കാലഘട്ടം തിരികെ പിടിക്കാനും ഈ അവസരത്തിൽ സാധ്യമായതെല്ലാം ചെയ്യേണ്ടതുമാണ്. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം
ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.